ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് തുടക്കത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രശ്നങ്ങളായിരിക്കില്ല. ഒരുപക്ഷെ പ്രൊഡക്റ്റിനെ കുറിച്ചായിരിക്കില്ല ചിലപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ മാർക്കറ്റിംഗ് സൈഡിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ പല പ്രോബ്ലംസിനെ നേരിടേണ്ടി വരും. അത് നേരിടുക തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. ഈ പ്രതിസന്ധി നേരിട്ടാലാണ് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വലിയ വിജയങ്ങളുള്ളത്. ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ കാട്ടിലെ മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? സിംഹവും അല്ലെങ്കിൽ കടുവ എല്ലാം അത് ഇര തേടുന്ന രീതി നമുക്ക് കണ്ടറിയാം. അത് നൂറുകണക്കിന് പോത്തുകളോ അല്ലെങ്കിൽ മാനുകളോ ഉള്ള ഒരു പ്രദേശത്ത് അത് ഇര പിടിക്കാൻ പോകുമ്പോൾ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അത് ആ ഇര തേടുന്നത്. എരുമയായാലും മാനായാലും ഒന്നിനെ മാത്രം ഫോക്കസ്, കംപ്ലീറ്റ് 100% അറ്റൻഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒന്നിനെ മാത്രം വേട്ടയാടും. ആ സമയത്ത് അതിനെ ആ തൊട്ട് മുമ്പിൽ കൂടെ വേറെ ഒരു ഇര കടന്നു പോയാലും അതിനെ പിടിക്കില്ല. അതിന് ഫോക്കസ് ചെയ്ത് ആ ഇരയെ മാത്രം തേടി പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അത് വിട്ടുപോയാൽ പിന്നെ അടുത്ത അറ്റംപ്റ്റിലാണ് അങ്ങനെ ശ്രമിക്കുന്നത്. ഇത് എല്ലാത്തിലും, ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ അങ്ങനെയാണ് വേണ്ടത്. ബിസിനസ്സിലും ഫോക്കസ്ഡ് ആയിരിക്കും. ആരെങ്കിലും ഒരാൾ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടോ അല്ല ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച്, അത് എന്തായാലും ഇപ്പൊ നമുക്ക് റീപാക്കിംഗ് ബിസിനസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടറിലെ ബിസിനസ് ആണെങ്കിൽ, ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഗ്രാഹ്യം ആദ്യം ചെയ്യാൻ പോകുന്ന ആൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് പോയി അതിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുണ്ട്. അവര് ആദ്യം തുടങ്ങിയ ബിസിനസ് വെളുത്തുള്ളിയുടെ പൗഡർ ആയിരുന്നു. വെളുത്തുള്ളിയുടെ പൗഡർ അന്ന് നമുക്ക് വളരെ അത്ഭുതമായി, ഇവരെങ്ങനെയാണ് ഈ വെളുത്തുള്ളിയുടെ പൗഡർ മാർക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ വളരെയധികം കഠിനമായ അതിൽ മാത്രം ഫോക്കസ് ചെയ്തു, വേറെ പ്രൊഡക്റ്റ് ഒന്നും ചെയ്യാതെ വെളുത്തുള്ളി അതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ പൊടിക്കുന്നു, എങ്ങനെ ഉണക്കുന്നു, എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, എങ്ങനെ പാക്ക് ചെയ്യുന്നു, വളരെ ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി പതുക്കെ പതുക്കെ അതിൽ നിന്ന് അടുത്ത അത് ഇഞ്ചിപ്പൊടി, അതായത് ചുക്കുപൊടിയായി, പിന്നീട് പല പ്രൊഡക്റ്റുമായി ഇന്നൊരു ഫുഡ് ഇൻഡസ്ട്രിയായി അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർക്ക് നല്ല തിരക്കാണ്. ഇന്ന് ആദ്യം അവർ ചെയ്ത വെളുത്തുള്ളി പൊടിയേക്കാൾ കൂടുതൽ ബിസിനസ് കിട്ടുന്ന അവരുടെ മറ്റ് പ്രൊഡക്റ്റുകൾക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, വളരെ കെയർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏത് ബിസിനസ്സും വിജയിക്കും.